നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് തയ്യാറെടുത്തു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ചെങ്കോട്ടകൾ പിടിച്ച് എടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. UDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതോടെ സതീശൻ നയിക്കട്ടെ എന്ന നിലപാടിലാണ് നേതാക്കൾ. ഇതോടെ സ്ഥാനാർത്ഥി നിർണയമടക്കം ഇനി VD സതീശൻ തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച തന്റെ ആദ്യ തീരുമാനം സതീശൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിയമസഭാ സീറ്റിൽ കോൺഗ്രസിന് അനുവദിച്ച മണ്ഡലങ്ങളിൽ 50% സീറ്റുകളിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുമെന്നാണ് സതീശൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടെ തലമുതിർന്ന മത്സരിച്ച് തഴക്കവും പഴക്കവും വന്ന നേതാക്കന്മാർക്ക് സീറ്റ് ഇക്കുറി ലഭിക്കുക അത്ര എളുപ്പമല്ലെന്ന് പറയേണ്ടി വരും. അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി സൂചികയാണെന്ന് സതീശൻ പറയുന്നുണ്ട്. വോട്ടിംഗ് രീതിയിൽ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും ജനവികാരം UDFന് അനുകൂലമാണ്. കഴിഞ്ഞ തവണ 3 ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രം വിജയിച്ച UDF ഇത്തവണ 7 അധികാരം പിടിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലെ പ്രകടനം പരിശോധിച്ചാൽ CPMനേക്കാൾ മുന്നിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. 140ൽ 100 സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് UDF മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് എന്നും പരിചിതമായ മുഖങ്ങളെ മാത്രം രംഗത്തിറക്കുന്നു എന്ന പരാതി ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് സതീശൻ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിലുള്ള തലമുറ മാറ്റം പ്രകടമാകുമെന്ന് സതീശൻ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. 2ാം നിരയിലും 3ാം നിരയിലും മികച്ച നേതാക്കൾ കോൺഗ്രസിലുണ്ട്. CPMനെ അപേക്ഷിച്ച് ശക്തമായ യുവ നേതൃത്വം കോൺഗ്രസിനുണ്ടെന്നും 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി നൽകുന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകുമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടുമ്പോൾ യുവാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. കേരളം മുഴുവൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ഉയർന്നു കേട്ട ചില പേരുകൾ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സര രംഗത്തുണ്ടാകും. എറണാകുളം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ച മിവ ജോളി, മുട്ടടയിൽ LDF കോട്ട തകർത്ത വൈഷ്ണ സുരേഷ് തുടങ്ങിയ പേരുകളാണ് പ്രാഥമികമായി ഉയർന്നു കേൾക്കുന്നത്. ഇതിനു പുറമെ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ച ജിൻഡോ ജോൺ അടക്കമുള്ളവരുടെ പേരുകളും അന്തരീക്ഷത്തിലുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം KPCC നിന്നാണ് ഉണ്ടാകേണ്ടത്. ചർച്ചകൾ അനവധി നടത്തിയിട്ടാകും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മിവ ജോളി. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടത്തല ഡിവിഷനിൽ നിന്നാണ് മിവ വിജയിച്ചു കയറിയത്. KSUവിന്റെ ജനകീയ മുഖങ്ങളിൽ ഒരാളാണ് മിവ. 2023ൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാട്ടിയ മിവയെ പോലീസ് ബലം പ്രയോഗിച്ച് പിടികൂടിയത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മിവയെ കോളറിൽ പൊക്കിയെടുക്കുന്ന പുരുഷ പോലീസിന്റെ നടപടിയായിരുന്നു വിവാദമായത്. അന്ന് KSU എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു മിവ. ഇന്ന് സംസ്ഥാനമൊട്ടാകെ അറിയപ്പെടുന്ന വ്യക്തിത്വവുമാണ്. ഇതിനു പുറമെ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്നാണ് തലസ്ഥാനത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ ഉറച്ച വാർഡിൽ വിജയം നേടിയ വൈഷ്ണ സുരേഷ്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ 25-കാരി. ടെക്നോ പാർക്കിൽ ജീവനക്കാരിയായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിലെ വിദ്യാർത്ഥിനി കൂടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസം ഡിപ്ലോമ നേടിയ ശേഷം വിവിധ TV ചാനലുകളിലും പൊതു ചടങ്ങുകളിലും അവതാരികയായും പ്രവർത്തിച്ച വൈഷ്ണ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ സമരങ്ങളിലും സജീവ സാന്നിധ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ 397 വോട്ടുകൾക്കാണ് വൈഷ്ണ ജയിച്ചത്. മുട്ടട വാർഡ് 25 വർഷങ്ങൾക്ക് ശേഷം വൈഷ്ണയിലൂടെ പിടിച്ച UDF നിയമസഭയിലും വൈഷ്ണയെ ഒരു കൈ പരീക്ഷിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് തിരികെ വാങ്ങാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസ് അവിടെ ജിൻഡോ ജോണിനെ പരീക്ഷിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. തുടർച്ചയായി ജോസഫ് ഗ്രൂപ്പ് തോൽവി വഴങ്ങിയതോടെയാണ് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തത്. ഈ 3 പേർക്ക് പിന്നാലെ ഒരു പിടി യുവതാരങ്ങളും സതീശന്റെ ലിസ്റ്റിലുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.